ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് പ്രോബ്ലംസ് എക്സസൈസ് 7.2 ക്വസ്റ്റ്യൻസ് 24 to 27 ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1 by 1 ആയിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 24, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. ഇൻ്റഗ്രൽ 2 cos x minus 3 sin x divided by 6 cos x plus 4 sin x. ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിന് ടി എന്ന് കൊടുക്കുന്നു. പുട്ട് ഡിനോമിനേറ്റർ 6 cos x പ്ലസ് 4 sin x is equal to t. ഓക്കെ, ഡിനോമിനേറ്റർ is equal to t. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. 6 cos എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, മൈനസ് 6 sin x. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് sin x പ്ലസ് 4 ഇൻറ്റു sin എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. നോക്കൂ, നമുക്ക് ഇങ്ങനെ ഒരു ടേം ഇവിടെ ഇല്ല. നമ്മൾ 2 ഇതിന് പുറത്തേക്ക് എടുക്കുന്നു. 2 ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ഇനി പോസിറ്റീവ് ആണ് ആദ്യം എഴുതുന്നത്. ഇവിടെ 2 cos x ആദ്യം എഴുതി. ഈ 4ൽ നിന്ന് 2 പുറത്തേക്ക് വന്നതാണ്. മൈനസ് ഇട്ടു. 3 sin x എന്ന് എഴുതി. 3 sin x ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. ഈ ബ്രാക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ കാണാവുന്നതാണ്. സോ 2 cos x മൈനസ് 3 sin x ഡി എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ഡി ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ therefore ഇൻ്റഗ്രൽ 2 cos x minus 3 sin x divided by 6 cos x plus 4 sin x dx is equal to what? ഇതാ ഈ 2 cos x minus 3 sin x എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം ഡി എക്സ് ഹാഫ് ഡി ടി ആണ്. സോ ഹാഫ് ഇൻ്റഗ്രൽ ഡി ടി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നമ്മൾ ടി എന്ന് കൊടുത്തു. ഡിനോമിനേറ്റർ ആണ് നമ്മുടെ ടി. Okay, 2 cos x minus 3 sin x is the half dt. So the answer is half into 1 by t the integral log mod t plus c. At last replace this t, half log mod, what is t? 6 cos x plus 4 sin x plus c. ഇതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 1 മൈനസ് ടാൻ എക്സ് ദി ഹോൾ സ്ക്വയർ ഡി എക്സ് ആണ് ചോദ്യം. ഇയാളെ നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റി എഴുതുന്നു. ഇൻ്റഗ്രൽ 1 ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സീക്ക് സ്ക്വയർ എക്സ് ആണ്. 1 ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ദി ഹോൾ സ്ക്വയർ ആണ് ചോദ്യം ഡി എക്സ്. ഇവിടെ നമ്മൾ 1 മൈനസ് ടാൻ എക്സിന് ടി കൊടുക്കുന്നു. 1 മൈനസ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ടി. ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. 0 മൈനസ് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്നാണ്. സോ ഇതിനെ മാറ്റി എഴുതിയാൽ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡി ടി. ഓക്കെ, ഇവിടെ ആവശ്യമുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് ഞാൻ പുറത്ത് എഴുതി. ഡി ടി ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സിന് ടി. ഇപ്പോൾ ടി സ്ക്വയർ എന്നായി. നെഗറ്റീവ് 1 ബൈ ടി സ്ക്വയർ എന്നായി. നെഗറ്റീവ് 1 ബൈ ടി സ്ക്വയർ ഡയറക്റ്റ് ഇൻ്റഗ്രലുള്ള ഫംഗ്ഷനാണ്. 1 ബൈ ടി പ്ലസ് സി ആണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് 1 ബൈ ടി എന്ന് പറഞ്ഞാൽ 1 മൈനസ് ടാൻ എക്സ് പ്ലസ് സി. ഒരു കാര്യം ഓർക്കുക, ഇൻ്റഗ്രൽ നെഗറ്റീവ് 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് പ്ലസ് സി ആണ്. 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണല്ലോ നെഗറ്റീവ് 1 ബൈ എക്സ് സ്ക്വയർ. അതുകൊണ്ട് നെഗറ്റീവ് 1 ബൈ എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രലാണ് 1 ബൈ എക്സ്. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് 1 ബൈ ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രലാണ് 1 ബൈ ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. ഇവിടെ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ റൂട്ട് എക്സിന് ടി എന്ന് കൊടുക്കുന്നു. പുട്ട് റൂട്ട് എക്സ് ഇസ് ഇക്വൽ ടു ടി. റൂട്ട് എക്സ് ഇസ് ഇക്വൽ ടു ടി. പുട്ട് റൂട്ട് എക്സ് ഇസ് ഇക്വൽ ടു ടി. ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. 1 ബൈ 2 റൂട്ട് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. ഇവിടെ 1 ബൈ 2 റൂട്ട് എക്സ് ഇല്ല. 1 ബൈ റൂട്ട് എക്സേ ഉള്ളൂ. 1 ബൈ റൂട്ട് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഡി ടി എന്ന് എഴുതുന്നു. ഈ 2നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഇനി നമ്മൾ ഈ ക്വസ്റ്റിനെ മാറ്റി എഴുതുമ്പോൾ ഇൻ്റഗ്രൽ കോസ് റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് ഡി എക്സ് കംപ്ലീറ്റ് ടിയിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഇൻ്റഗ്രൽ കോസ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്
ടി എന്നായിട്ട് മാറും. കോസ് ടി 1/√x dxന് പകരം നമുക്ക് 2 dt എന്ന് എഴുതാം. 2 dt 2 ഞാൻ പുറത്ത് എഴുതി. ഓക്കെ, 2 ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ, കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം സൈൻ എക്സ് ആണ്. സോ കോസ് ടിയുടെ ഇൻ്റഗ്രൽ സൈൻ ടി ആണ്. സൈൻ ടി പ്ലസ് സി എന്നാണ് ആൻസർ. അവസാനം നമ്മൾ ടിയെ മാറ്റി എഴുതുന്നു. 2 ഇൻറ്റു സൈൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ √x ആണ്, പ്ലസ് സി ആണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇൻ്റഗ്രൽ സൈൻ √x, റൂട്ട് സൈൻ എക്സിൻ്റെ കോസ് 2x ആണ് ഇവിടെ. നമ്മൾക്ക് put term inside the bracket, inside the radical sign, sin 2x. sin 2xന് നമുക്ക് t എന്ന് കൊടുക്കാം. sin 2x is equal to t. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. cos 2x ഇൻറ്റു 2 ആണ്. dx is equal to dt. ഇങ്ങനെ ഒരു ടേം ക്വസ്റ്റ്യനിലുണ്ടോ എന്ന് നോക്കുന്നു. നമുക്കിവിടെ ഉണ്ട് cos 2x dx ഉണ്ട്. അതിന് പകരം നമുക്ക് ഹാഫ് ഡി ടി എന്ന് എഴുതാം. ഹാഫ് ഡി ടി, ഈ 2 ഇങ്ങോട്ട് സൈഡ് മാറ്റിയതാണ്. ദെർഫോർ നമ്മുടെ ഇൻ്റഗ്രേഷൻ നോക്കൂ. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് സൈൻ 2x ഇൻറ്റു കോസ് 2x dx ആണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ടിയിലേക്ക് മാറ്റിയാൽ ഇൻ്റഗ്രൽ റൂട്ട് സൈൻ 2xന് പകരം നമ്മൾ റൂട്ട് ടി എന്ന് എഴുതി സൈൻ 2xന് ടി കൊടുത്തതാണ്. ബാക്കി കോസ് 2x dx ഹാഫ് ഡി ടി ആണ്. ഹാഫ് ഡി ടി എന്ന് എഴുതുന്നു. dt/2, ഹാഫ് ഞാൻ പുറത്ത് എഴുതുന്നു. ഓക്കെ, കോൺസ്റ്റൻസ് എല്ലാം നമുക്ക് എപ്പോഴും ഇൻ്റഗ്രേഷൻ്റെ പുറത്ത്. കോൺസ്റ്റൻറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് ദി ഇൻ്റഗ്രൽ. ഹാഫ് ഇൻറ്റു റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റേസ്റ്റ് ഹാഫ് ആണ് അല്ലേ. ടി റേസ്റ്റ് ഹാഫ് ആണല്ലോ ഫംഗ്ഷൻ. ടി റേസ്റ്റ് ഹാഫിൻ്റെ നമുക്കറിയാം ടി റേസ്റ്റ് എന്നത് എക്സ് റേസ്റ്റ് എന്നത് എക്സ് റേസ്റ്റ് n+1/n+1 ആണ്. സോ ടി റേസ്റ്റ് ഹാഫിൻ്റെത് ടി റേസ്റ്റ് 3/2. ഹാഫ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. സോ ടി റേസ്റ്റ് 3/2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് സി എന്നാണ് ആൻസർ. നമുക്ക് മാറ്റി എഴുതിയാൽ ഈ 2 ക്യാൻസൽ ചെയ്യും. 1/3 2 ക്യാൻസൽ ചെയ്താണ് കേട്ടോ. 1/3 ടി. ടി എന്ന് പറഞ്ഞാൽ സൈൻ 2x ആണല്ലോ. സൈൻ 2x റേസ് ടു 3/2 പ്ലസ് സി ഈസ് ദി ഫൈനൽ ആൻസർ. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ 24 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ സോൾവ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.